ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ് അന്ത്യം. നിരവധി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, ഒപ്പം തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, അദ്ദേഹത്തിന്റെ അന്ത്യം അല്പസമയം മുൻപാണ് സംഭവിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എപ്പോഴാണ് പൊതുദർശനത്തിനായി മാറ്റുക? ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? പ്രവിധ അത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ബന്ധുക്കൾ കൂടിയാലോചിച്ച ശേഷമാകും അത്തരത്തിൽ പൊതുദർശനവും മറ്റു പരിപാടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനിക്കുക. അല്പസമയം മുൻപ് മാത്രമാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഏറെക്കാലമായി അദ്ദേഹം ഈ അസുഖബാധിതയെ തുടർന്ന് ചികിത്സയിലായിരുന്നുവെങ്കിലും വളരെ ഇത്തരത്തിലൊരു വേഗത്തിലുള്ള മരണം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടേക്ക് എത്തേണ്ടതായിട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നിലവിൽ GG ഹോസ്പിറ്റലിലുള്ള അദ്ദേഹം പാങ്ങോട് ചിത്രനഗറിലാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. അവിടേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും 18 സിനിമകൾ, മലയാളിക്കായി 18 സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് അല്പസമയം മുൻപ് അന്തരിച്ചത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സിനിമകളിൽ പലതും ശ്രദ്ധേയമായ, ഈ സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ ശ്രദ്ധേയമായ വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയെടുത്ത സിനിമകൾ അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് 1994 മമ്മൂട്ടിയെ നായകനാക്കി MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ പുറത്തിറക്കിയ സുഹൃതം എന്ന സിനിമ. അതിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ സിനിമകൾ, ഉദ്യാനപാലകൻ പോലുള്ള സിനിമകളും ഒക്കെയും മമ്മൂട്ടിയെ തന്നെ നായകനാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. അതിനൊക്കെയും വലിയ പ്രേക്ഷക പ്രീതി കിട്ടി. സ്വയംവരപ്പന്തൽ ഉൾപ്പെടെ സിനിമകൾ. അത് മാത്രമല്ല, ഈ 1981-കളിൽ ആദ്യ സിനിമ സംവിധാനം ചെയ്തതിനു ശേഷം 2020-കളുടെ തുടക്കം വരെയും സിനിമകൾ സംവിധാനം ചെയ്യുകയും ചലച്ചിത്ര രംഗത്ത് സജീവമായി നിൽക്കുകയും ചെയ്തിട്ടുള്ള സംവിധായകനാണ് ഹരികുമാർ. അത്രയും ബന്ധങ്ങൾ, അത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള സംവിധായകനാണ്. പക്ഷേ അങ്ങനെ ശരി സലിം, തുടരുക. ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രഞ്ജിത്ത്, ഹരികുമാറിന്റെ മരണവാർത്ത താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താങ്കൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഞാൻ അല്പം മുമ്പാണ് അറിഞ്ഞത്. അക്കാദമിയിൽ നിന്ന് എന്നെ വിളിച്ച് പറയുകയായിരുന്നു. ഞാനങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുകയൊന്നും ഉണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാവുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ വെച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമാ സങ്കല്പം ഉണ്ടായിരുന്നു. അതിലൂടെ ഒരു ഏകാന്ത യാത്രയായിരുന്നു പുള്ളിയുടേത്. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെയോ അങ്ങനെ ഒരു സംഘത്തിന്റെയോ ഒന്നും കൂടെയൊന്നും ഹരികുമാറിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമുക്ക് എക്കാലവും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ, അല്ലെങ്കിൽ വളരെയേറെ മലയാളികളും സിനിമയെ സ്നേഹിക്കുന്നവരും ഹൃദയത്തിൽ സ്വീകരിച്ച സദയം എന്ന് പറയുന്ന സിനിമ മാത്രം മതി ഹരികുമാർ എന്ന സംവിധായകന്റെ ഒരു കയ്യൊപ്പ് മലയാള സിനിമയിൽ ചാർത്തി കൊടുക്കാൻ. ഈ മരണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ രഞ്ജിത്ത്. ഈ ഒരു അവസരത്തിൽ 24-നോട് പ്രതികരിച്ചതിന്. സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു. അർബുദബാധനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്തെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. 40 വർഷത്തിലേറെയായി അദ്ദേഹം ചലച്ചിത്ര രംഗത്ത് സജീവമായിരുന്നു. 18ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാം കുടുംബ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട ചിത്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സലിം മാലിക് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സലിം, ഞാൻ അല്പം സമയം മുൻപ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോൾ ഉദ്യാനപാലകനാണെങ്കിലും സുഹൃതമാണെങ്കിലും എല്ലാം പ്രേക്ഷകരോട് ഏറെ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സിനിമാ ജീവിതത്തെ എങ്ങനെയാണ് ഓർക്കാൻ സാധിക്കുക? ഈ ഹരികുമാറിന്റെ സിനിമാ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മറ്റ് സംവിധായകർക്കില്ലാത്തൊരു വ്യത്യസ്തത അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഈ 1980-കളിൽ ആരംഭിച്ചു, അതായത് ഭരതനും KG ജോർജും ഒക്കെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളായി നിന്ന, സംവിധായകരായി നിന്ന കാലത്താണ് അദ്ദേഹം ഈ സിനിമ ആരംഭിക്കുന്നത്. ആരംഭിച്ച ആ സിനിമാ ജീവിതം അതിനുശേഷം 40 വർഷത്തിലധികം ഇപ്പുറം മറ്റ് നവതലമുറ സംവിധായകർ, ഇക്കാലത്തെ ദിലീഷ് പോത്തനും ആഷിഖ് കപൂറും ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ. ശരി സലിം, തുടരുക. ഇപ്പോൾ മധുപാൽ, ചലച്ചിത്ര പ്രവർത്തകൻ മധുപാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മധുപാൽ, ഹരികുമാറിനെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത്? പ്രത്യേകിച്ച് മനസ്സിനെ ഏറെ ആഴത്തിൽ സ്പർശിച്ച സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായകനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ മരണം അല്പസമയം മുൻപാണ് സംഭവിച്ചത്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ?
മലയാള സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള, എഴുത്തുകാരെ കൂടെ കൂട്ടിയിട്ടുള്ള, എഴുത്തുകാരുടെ മനസ്സിലുള്ള കഥകളെ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ട സംവിധായകനായിട്ട് തന്നെയാണ് ഞാൻ ഹരിചേട്ടനെ കാണുന്നത്. കാരണം ജാലകമായാലും ഒത്തിരി അദ്ദേഹം എഴുതിയിട്ടുള്ള ഏറ്റവും അവസാനം എന്ന എം മുകുന്ദന്റെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ അടക്കമുള്ള ഒരു സിനിമകൾക്ക് വളരെ കൃത്യമായിട്ട് എഴുത്തുകാരെ കൊടുക്കുക. ശത്രുഘ്നൻ, കലൂഡനീസ്, പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങി പല ആളുകളെയും പിന്നെ തിരക്കഥാകൃത്തുകളായിട്ട് കെ വി മോഹൻകുമാർ, അങ്ങനെ പലരെയും തിരക്കഥാകൃത്തുക്കളാക്കിക്കൊണ്ട് തന്നെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു രീതി ഹരിചേട്ടൻ്റെ അതിലുണ്ടായിരുന്നു. കാരണം അത് എന്തുകൊണ്ട് ഹരിചേട്ടൻ അങ്ങനെ ഒരു കാരണം വായനയുടെ ഒരു സാഹിത്യത്തെ അത്രമേൽ അടുപ്പത്തോടു കൂടി നിൽക്കുന്ന ഒരു എഴുത്തുകാരന്റെ മനസ്സ് ഹരിചേട്ടൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹരിചേട്ടൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും മനുഷ്യനോടൊപ്പം നിന്ന്, മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട്, മനുഷ്യനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു രീതി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നിസ്സാരമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ആളുകളിങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് മനുഷ്യനെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു കലാകാരന്റെ വിയോഗമാണ് ഹരിചേട്ടന്റെ ഈ വേർപാടിലൂടെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താങ്കൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ഹരിചേട്ടനോടൊപ്പം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് രാച്ചിയമ്മ എന്ന് പറയുന്ന പിന്നെ ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കിയിട്ട് ദൂരദർശന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള രാച്ചിയമ്മ എന്ന് പറയുന്ന കഥ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് അംഗീകാരം കിട്ടും. ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. ഇപ്പോഴും വളരെയധികം ആളുകൾ നമ്മളോട് ആ വർക്കിനെ കുറിച്ച് പറയാറുണ്ട് എന്നുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ശരി, നടനും സംവിധായകനുമായ മധുപാലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ അന്തരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അർബുദബാധിതനായി ചികിത്സയിൽ കഴിയവേ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അന്ത്യം.